ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറച്ച് നാളായില്ലേ നമ്മുടെ ചാനലിൽ ചിക്കൻ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ തോരനാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഒരു കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്, സാധാരണ ജീരകം 1/2 ടീസ്പൂൺ. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഒന്ന് നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും 8-10 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. ഇതിൽ നിന്ന് 1 ടീസ്പൂൺ അത്രമാത്രം മതിയാവും. 1 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അധികമൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂണൊക്കെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതിയാവും. എന്നാലും ഇതുപോലെ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് തിരുമിയെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ട് ബാക്കി വന്ന ഇഞ്ചി പച്ചമുളക് ചതച്ചതില്ലേ, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള 2 സവാള ചേർത്ത് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. അധികം ഒന്നും വേണ്ട, സവാളയൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ പാകത്തിൽ കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ പച്ചമുളക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല ചേർക്കണം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ മല്ലിപ്പൊടി കുറച്ച് കുറവാണ്, 1/2 ടീസ്പൂണൊക്കെ മതിയാവും. മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച മണം ഉണ്ടാവില്ലേ, ഒരു റോസ് സ്മെല്ല്, അത് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. പൊടികളുടെ റോസ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ബോൺലെസ് ആയിട്ടുള്ള കഷ്ണങ്ങളാണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പോൾ ചിക്കൻ ചേർത്തിട്ട് ഈ ഒരു മസാലയുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ബേ ലീഫ് ഒന്ന് നുറുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല, അപ്പോൾ വെള്ളം ഒഴിക്കാതെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് അടച്ച് വെക്കാം. 5 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. 1/4 കപ്പ് ചൂട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ചിക്കൻ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ വറ്റി വരാനുണ്ട്. അപ്പോൾ ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്ന് വെച്ചുകൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ മസാല ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ തേങ്ങയുടെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവില്ലേ, അത് മാറുന്നത് വരെ 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ തേങ്ങയുടെ റോ ടേസ്റ്റ് മാറും. അപ്പോൾ തേങ്ങ കൂടുതൽ ചേർത്താൽ ടേസ്റ്റും കൂടും. ഇവിടെ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണല്ലോ ചിക്കൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ തേങ്ങ കൂടുതലാണ്. പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്.
ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ വരട്ടെ. അതിന് മുന്നേ 1 മിനിറ്റ് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇപ്പം ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ 1 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടൊന്നുമില്ല. അപ്പോൾ ചിക്കൻ തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് റൈസിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്